ഹായ്, ഷെഫ് സീക്രട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഷെഫ് സീക്രട്ടിൽ ബീഫിൽ തയ്യാറാക്കിയ ഒരു വെറൈറ്റി സ്പെഷ്യൽ ഡിഷാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നെല്ലിക്ക ബീഫ് റോസ്റ്റ്. ഇവിടെ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് പുഴുങ്ങിയ ബീഫാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനാവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുരുമുളക് പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, മുളക് പൊടി 1 സ്പൂൺ, ഗരം മസാല 1 സ്പൂൺ, ഇഞ്ചി അരിഞ്ഞത് ആവശ്യത്തിന്, കടുക് ആവശ്യത്തിന്, മല്ലിപ്പൊടി 2 സ്പൂൺ, മീറ്റ് മസാല 2 സ്പൂൺ, പച്ചമുളക് അരിഞ്ഞത് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 300 ഗ്രാം, വെളുത്തുള്ളി അരിഞ്ഞത് ആവശ്യത്തിന്, മല്ലിയില ആവശ്യത്തിന്, സോയാ സോസ് 1.5 സ്പൂൺ, നെല്ലിക്ക 5 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്. നമുക്കിത് തയ്യാറാക്കുന്ന വിധത്തിലേക്ക് പോകാം. ആദ്യം അടുപ്പിൽ പാൻ വയ്ക്കുക. ഇതിലേക്ക് 250 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവാം. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കടുക്, ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത് എന്നിവയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 4 സ്പൂൺ സവാളയും ചെറിയ ഉള്ളി അരിഞ്ഞതും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മീറ്റ് ആൻഡ് ചിക്കൻ മസാല, 2 സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ 150 ഗ്രാം ബീഫ് ഇട്ട് നന്നായി ഒന്ന് ഇളക്കാം. അതിനുശേഷം ഈ കൂട്ടിലേക്ക് 50 ഗ്രാം നെല്ലിക്കയുടെ നീര് ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കാം. എന്നിട്ട് 5 നെല്ലിക്ക അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനുശേഷം ഒരു 1.5 സ്പൂൺ സോയാ സോസ് കൂടി ഒഴിച്ച് വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് പച്ചമുളക് അരിഞ്ഞത്, മല്ലിയില, ആവശ്യത്തിന് കറിവേപ്പില, 1 സ്പൂൺ കുരുമുളക് പൊടി, 4 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതോടെ നമ്മുടെ സ്പെഷ്യൽ നെല്ലിക്ക ബീഫ് റോസ്റ്റ് റെഡി. നെല്ലിക്ക ചേർത്തത് കൊണ്ട് തന്നെ ഇതിന്റെ രുചി വളരെയധികം വെറൈറ്റി ആണ് കേട്ടോ. ഇതിന്റെ റെസിപ്പി തികച്ചും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ രുചിയും വളരെ സ്പെഷ്യലാണ്. ഈ വെറൈറ്റി ഡിഷിന്റെ സ്വാദ് നിങ്ങൾ രുചിച്ചു തന്നെ അറിയണം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ രുചികരമായ വിഭവം ട്രൈ ചെയ്യുകയും ഒപ്പം അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുകയും വേണം. ഇതുപോലത്തെ രുചികരവും വ്യത്യസ്തവുമായ വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കില്ലല്ലോ.